ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യ വീക്ഷണം. ദൈവരാജ്യ വീക്ഷണം ക്രിസ്തീയ ആരാധനയുടെ കേന്ദ്രമാണ്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ സന്ദേശം പ്രധാനമായും ദൈവരാജ്യം എന്നുള്ളതായിരിക്കാം ഇതിന് കാരണം. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അവനോടൊപ്പം രാജാക്കന്മാരായി തന്നെ വാഴുവാനാണ് രാജകീയ പുരോഹിത വർഗമായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമായിട്ടാണ് വിശുദ്ധ മാമോദീസായെ സഭ കാണുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിലേക്കുള്ള അംഗീകാരം അഥവാ അതിലെ ഭാഗഭാഗിത്വം എന്ന് കാണിക്കുവാൻ വിശുദ്ധ മാമോദീസായിൽ മുദ്രയിടിയിൽ നടത്തുന്നു. മശിഹാ തമ്പുരാൻ്റെ പ്രത്യേക സംരക്ഷണയ്ക്കും കാവലിനും ഉറപ്പുവരുത്തുന്ന മുദ്രയിടയിൽ 3 പ്രാവശ്യം വിശുദ്ധ മാമോദീസായിൽ നടക്കുന്നുണ്ട്. ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും കാത്തു സംരക്ഷിക്കുന്ന കോട്ടയായി സഭയെ അഥവാ ദൈവരാജ്യത്തെ കാണുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. വിശുദ്ധ കുർബാനയിൽ ദൈവരാജ്യത്തിൽ മശിഹാ തമ്പുരാനാകുന്ന സ്വർഗീയ രാജാവ് ഉപവിഷ്ടനായിരിക്കുന്ന സിംഹാസനമായിട്ടാണ് വിശുദ്ധ ത്രോണോസിനെ നാം കാണുന്നത്. അതിന്മേൽ സ്വർഗീയ പിതാവിൻ്റെ കടിഞ്ഞൂൽ പുത്രനായിരിക്കുന്ന മശിഹാ തമ്പുരാനെ തന്നെ അറുത്ത് വയ്ക്കുന്ന വലിയ ഒരു ദൈവരാജ്യ വിരുന്ന് സൽക്കാരമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ തൃത്വവും മാലാഖമാരും ജീവനോടിരിക്കുന്നവരും മരിച്ചുപോയവരും പരിശുദ്ധന്മാരും എല്ലാവരും ഉൾപ്പെടുന്ന ദൈവരാജ്യം വിശുദ്ധ കുർബാനയിൽ സന്നിഹിതമായിരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് തുയോബോയിൽ ഇവരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ തേജസ് കൊണ്ട് സൃഷ്ടി മുഴുവനും പ്രകാശിതമായിരിക്കുന്നതിൻ്റെ പ്രതീകമായി ശോശപ്പാ കൊണ്ട് സമർപ്പിക്കപ്പെട്ട അപ്പവീഞ്ഞുകൾ സൃഷ്ടിയുടെ പ്രതിനിധികൾ ആയിട്ട് ഇതിനെ ശോശപ്പാ കൊണ്ട് മൂടുന്നതായി നമുക്ക് കാണാം. അതായത് ദൈവരാജ്യത്തിൻ്റെ തേജസ് കൊണ്ട് സൃഷ്ടി മുഴുവനും പ്രകാശിതമായിരിക്കുന്ന ഇതിൻ്റെ പ്രതീകമായി ശോശപ്പാ കൊണ്ട് സമർപ്പിക്കപ്പെട്ട അപ്പവീഞ്ഞുകൾ മൂടുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. രാജ്യത്തിൻ്റെ മനുഷ്യാവതാരം സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതായി ചിത്രീകരിക്കുവാനാണല്ലോ തിരശ്ശീല നീക്കി വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയും രണ്ടാമത്തെ വരവിനെയും ഓർപ്പിക്കുന്ന സംഭവങ്ങളുടെ ആനുകാലികരണം ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെയെന്ന സത്യം വിശുദ്ധ കുർബാനയിൽ കൂടെ ചിത്രീകരിക്കുന്നതായി നമുക്ക് ഏവർക്കും അറിയാം. സ്വർഗത്തിലെ സ്വർണ്ണപീഠത്തിന്മേൽ സ്വർണ്ണ ധൂപകലശത്തിൽ ധൂപമിട്ട് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ധൂപം ഉയർത്തുന്നതിൻ്റെ പ്രതീകമായി ധൂപക്കുറ്റി വാഴ്ത്തി പട്ടക്കാരൻ ധൂപം അർപ്പിക്കുന്നത് ദൈവരാജ്യ അനുഭവത്തെ സൂചിപ്പിക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അടുത്തത് വിവാഹ ശുശ്രൂഷയിൽ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് വിവാഹ ശുശ്രൂഷയുടെ അടിസ്ഥാനം. ഭൂമിയിലെ പർദീസയാണ് ക്രിസ്തീയ കുടുംബം എന്നത് എത്രമാത്രം അന്വർത്ഥമാണ് എന്ന് നമുക്ക് എവർക്കും അറിയാം. ക്രിസ്തുവും സഭയുമായുള്ള ബന്ധം അഗാപ്പയിൽ അഥവാ ദൈവീക സ്നേഹത്തിൽ പൂർണ്ണത കൈവരിക്കുന്നതാണ്. മരണത്താൽ പോലും വേർപെടാത്ത വിധം സ്വന്തം ജീവനെ പോലെ തൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധം കേവലം ജഡീക സ്നേഹത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രത്യുത ദൈവരാജ്യാനുഭവത്തിൻ്റെ സ്വർഗീയ സ്നേഹം തന്നെയാണ്. മശിഹാ തമ്പുരാൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന മോതിരങ്ങളാൽ പരസ്പരം ബന്ധിതരാവുകയും മഹത്വത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്വർഗീയ കിരീടങ്ങളാൽ ആശീർവദിക്കപ്പെടുകയും ചെയ്ത് രക്ഷയുടെ അനുഭവത്തിൽ കൈകോർത്ത് മുമ്പോട്ട് വളരുവാൻ സഭയാൽ ഭരമേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വിവാഹ ശുശ്രൂഷ ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥീകരണമാണെന്നതിൻ്റെ പ്രത്യേക തെളിവാണ്. വിശുദ്ധ വിവാഹ കൂദാശയും വിശുദ്ധ മാമോദീസായെ പോലെ തന്നെ വിശുദ്ധ കുർബാന അനുഭവത്താൽ
പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാം. സഭയുടെ ക്രമീകരണം അനുസരിച്ച് വിശുദ്ധ മാമോദീസായും വിശുദ്ധ വിവാഹവും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നടത്തുകയും സ്നാനം ഏറ്റ ആളും ദമ്പതികളും വിശുദ്ധ കുർബാന അനുഭവിച്ച് പിരിയുകയും ചെയ്യുക എന്നതാണ് പാരമ്പര്യം. ഭക്ഷണവും പാനീയവുമല്ലാത്ത സ്വർഗരാജ്യത്തിൻ്റെ നീതിയും സമാധാനവും സന്തോഷവും പ്രതിഫലിപ്പിക്കുന്ന സ്നേഹവിരുന്ന് വിവാഹ ശുശ്രൂഷയുടെ ദൈവരാജ്യത്തിൻ്റെ പ്രതീകമായി നമുക്ക് കാണാം. നാം ഇങ്ങനെ മുമ്പോട്ട് നോക്കുമ്പോൾ ആ ദൈവരാജ്യ വീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ദൈവീക ശോഭ പകരുന്ന വിനയവും സേവന തൽപരതയും മുഖാന്തരം ആന്തരികമായി കഴുകി വെടിപ്പാക്കപ്പെടുന്നതാണ് കാൽകഴുകൽ ശുശ്രൂഷകൾ നാം സംബന്ധിക്കുമ്പോൾ നമുക്ക് അനുഭവം ആയി മാറുന്നത്. അതായത് ദൈവരാജ്യ വീക്ഷണം നാം ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കുന്നുവെങ്കിൽ നമുക്ക് ആ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും നമുക്ക് സഭ ക്രമീകരിച്ച് തന്നിരിക്കുന്നതായ ഒരു കൂദാശയിൽ സംബന്ധിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ലഭിക്കും. അതിനായിട്ട് നാം എപ്പോഴൊക്കെ അവസരം കിട്ടുന്നുവോ അല്ലെങ്കിൽ നാം അതിനു വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവസരമുണ്ടാക്കി നാം ഈ കൂദാശകൾ നമ്മുടെ ദേവാലയത്തിൽ നടക്കുമ്പോൾ അതിലൊക്കെയും പോയി സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് മാത്രമേ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.